സൈഫുനീസ, നമ്മളിപ്പോൾ CN രാമേന്ദ്രൻ നായരുമായിട്ട് ലേബി സംസാരിച്ചത് കേട്ടല്ലോ. 3 മാസം കൊണ്ട് എന്തായാലും ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നില്ല. അത് സമരക്കാരുടെ ആശങ്കയേറ്റും. അവരുടെ നിരാഹാര സമരം ഇന്നിപ്പോൾ തീവ്രമാവുകയാണ്. വഖഫ് ബോർഡിൻ്റെ അടക്കമുള്ള കോലം കത്തിച്ച് കടലിലെറിയും എന്നൊക്കെ പറയുമ്പോൾ അതിന് മാനങ്ങൾ പലതാണ്. സൈഫുനീസ, സമരം കടുപ്പിക്കുകയാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇപ്പോൾ ലേബി സഞ്ജീവനം പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം കൂടുതൽ വഷളാകുന്ന സ്ഥിതിയിലേക്ക് പോകും എന്നുള്ളതാണ്. കാരണം മുനമ്പത്തുകാർ കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗത്തിന് ശേഷം വന്ന തീരുമാനങ്ങളിൽ അസംതൃപ്തരായിരുന്നു. പിന്നീട് ഇന്നലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി 3 മാസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്ന ഉറപ്പ് നൽകുക കൂടി ചെയ്തപ്പോഴാണ് സമരക്കാർ കുറച്ചെങ്കിലും ഒരു സമാധാനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോഴും അവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കമ്മീഷനെയൊക്കെ നിയോഗിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ സമയം വേണ്ടിവരും. കമ്മീഷൻ ഇക്കാര്യങ്ങളെല്ലാം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ ഇനിയും തങ്ങൾ എത്ര കാലം ഈ നിരാഹാര സമരവുമായി സമരപ്പന്തലിൽ തുടരേണ്ടി വരും എന്നൊരാശങ്കയാണ് മുനമ്പത്തുകാർ പങ്കുവെക്കുന്നത്. ആ ആശങ്ക ഇനി കൂടുതൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് 43-ാം ദിവസമാണ് നിരാഹാര സമരം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുനമ്പത്ത് അവിടെയുള്ള പല സംഘടനകളുണ്ട്. അതിൻ്റെ ഒരു സൂര്യ ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വഖഫ് ബോർഡിൻ്റെ കോലം കടലിൽ കെട്ടിത്താഴ്ത്തുന്ന പ്രതിഷേധ പരിപാടികളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത് മനസ്സിലാക്കിയാൽ 3 മാസത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെടുമെന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും മുനമ്പം ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇവരുടെ പല കാര്യങ്ങൾ, അതായത് വിദ്യാർത്ഥികളടക്കം അവിടെ പ്രതിഷേധത്തിലാണ്. പഠനം കഴിഞ്ഞ് വിദേശത്തേക്കോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായോ പോകാനായി നിൽക്കുന്ന പല കുട്ടികൾക്കും, അവർ ഒരു മത്സ്യത്തൊഴിലാളികളാണ്, തീരദേശ ജനതയാണ്, അവർക്ക് മറ്റ് സാമ്പത്തിക മാർഗങ്ങളൊന്നും ഇല്ല. സ്വന്തം വസ്തു പണയം വയ്ക്കുകയോ അതല്ലെങ്കിൽ മറ്റു വഴികളോ എല്ലാം തേടണം. പക്ഷേ വസ്തു പണയം വയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ സാധ്യമല്ല. എന്ത് കാര്യത്തിലാണെങ്കിൽ പോലും ഇവർക്ക് സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം ഭൂമിയിൽ ഒരു അവകാശം ഇല്ലാതായിരിക്കുന്നു. അതിനൊരു താൽക്കാലിക പരിഹാരമെങ്കിലും വേണം എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ കരമടയ്ക്കുക എന്ന കാര്യത്തിൽ ഹൈക്കോടതി നൽകിയിരിക്കുന്ന കേസിന് കക്ഷി ചേരാമെന്ന്, മുനമ്പത്തുകാർക്ക് അനുകൂലമായി കക്ഷി ചേരാമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ ഒരു പ്രതീക്ഷയിലാണ് മുനമ്പത്തുകാരുള്ളത്. പക്ഷേ ഇപ്പോൾ 3 മാസത്തിൽ കൂടുതൽ സമയം നീട്ടി കമ്മീഷൻ ചോദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാകും ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് വേണം മനസ്സിലാക്കുവാൻ. അരുൺകുമാർ. ഓക്കെ, നമുക്കിപ്പം സൈഫുനീസ അലിയാരാണ് ചേർന്നത്. സൈഫുനീസ പറയുന്നത് പോലെ സമരം കൂടുതൽ തീവ്രമാവും. ലേബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ CN രാമേന്ദ്രൻ നായർ തന്നെ നേരിട്ട് പറയുന്നു, ഈ 3 മാസത്തിൻ്റെ കാലാവധി എന്നുള്ളത് മതിയാവില്ല. ഇത്രയും പേരുടെ പരാതികൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഓരോന്നും തലമുടി നാലിഴ കയറി പരിശോധിക്കണം. അതിൽ വഖഫിൻ്റെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ശരിയാവുക, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അപ്പോൾ എന്തായാലും സമരക്കാരെ സംബന്ധിച്ച് എത്ര സമയം കൂടുന്നോ അത്രയും ആശങ്ക അവരിൽ ഉണ്ടാവുന്നു, ഏറുന്നു എന്നുള്ളത് തന്നെയാണ്. സമരക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുക, വഖഫിൻ്റെ ആസ്തി പട്ടികയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ ഭൂമി ഒഴിവാക്കി കൊടുക്കുക, അവർക്ക് കരമടയ്ക്കാനുള്ള, അത് വഖഫിൻ്റെ ഭൂമിയായി കരമടയ്ക്കാനല്ല, അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആധാരത്തിൽ അവരുടെ തണ്ടപ്പേരിൽ തന്നെ ടാക്സ് അടയ്ക്കാനുള്ള ഒരു അനുമതി കൊടുക്കുക എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. അവരുടെ തണ്ടപ്പേരിൽ തന്നെ വേണം, വഖഫിൻ്റെ തണ്ടപ്പേരിൽ ടാക്സ് കൊടുക്കാനല്ല അവരുടെ ആവശ്യം. അത് ചെയ്തു കൊടുക്കുക സർക്കാർ എന്നുള്ളതാണ്. അതിന് നിയമപരമായി പോരാടണമെങ്കിൽ നിയമപരമായി സർക്കാർ ഈ പാവപ്പെട്ട മനുഷ്യർക്കൊപ്പം നിന്ന് പോരാടുക. 614 കുടുംബങ്ങളാണ് 404 ഏക്കറുകളിൽ അതല്ലെങ്കിൽ അന്യാധീനപ്പെടാൻ പോകുന്നത്. അവർക്ക് ഭൂമി അന്യാധീനമാവില്ല എന്ന് സർക്കാർ പറയുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ വേണ്ടത് ഒരു ചട്ടത്തിൻ്റെ പിൻബലമാണ്, വിധിയുടെ പിൻബലമാണ്. അതിന് ഹൈക്കോടതിയുടെ സ്റ്റേ മാറ്റേണ്ടതുണ്ട്.